നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ചെക്ക് വെദർ fz equal to z bar is analytic or not. അപ്പോൾ ഇത് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്താൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് ഐ വൈ. അപ്പോൾ അവിടെ യു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എഫ് ഇസഡിൻ്റെ റിയൽ പാർട്ട്. വി, അപ്പോൾ യു എന്ന് പറയുന്നത് എക്സ്, വി എന്ന് പറയുന്നത് മൈനസ് വൈ ആയിരിക്കുമല്ലോ. യു ഈക്വൽ ടു എക്സ്, വി ഈസ് ഈക്വൽ ടു മൈനസ് വൈ. കാരണം എഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് 1 ആണ്, യു വൈ എന്ന് പറയുന്നത് 0 ആണ്. വി എക്സ് എന്ന് പറയുന്നത് -1 ആണ്, വി വൈ എന്ന് പറയുന്നത് 0 ആണ്. കോഷി റീമാൻ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് യു എക്സും വി വൈയും കൂടെയാണ് കമ്പയർ. ഹിയർ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ എന്ന് പറയാൻ പറ്റില്ല. യു എക്സ് എന്ന് പറയുന്നത് 1ഉം വി വൈ എന്ന് പറയുന്നത് 0യും. യു എക്സ് അല്ല, വി വൈ എന്ന് പറയുന്നത് മാറിപ്പോയി ഇവിടെ. വി എക്സ് 0, വി വൈ -1, വി എക്സ് 0, വി വൈ -1. അപ്പോൾ യു എക്സും വി വൈയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് 1ഉം ഒന്ന് -1ഉം ആണ്. അപ്പോൾ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. ദെർഫോർ കോഷി റീമാൻ ഇക്വേഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈ. കോഷി റീമാൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് അനലിറ്റിക് അല്ല. കോഷി റീമാൻ ഇക്വേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈ. ദെർഫോർ fz equal to z bar is not analytic. അനലിറ്റിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് വൺ, ഈസ് fz equal to z സ്ക്വയർ അനലിറ്റിക്? z സ്ക്വയർ അല്ല, z ക്യൂബാണ് ചോദിച്ചേക്കുന്നത്. fz equal to z ക്യൂബ് അനലിറ്റിക് ആണ്. അപ്പോൾ നമുക്കറിയാം fz equal to z ക്യൂബാണ്. z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുക്കുവാണെങ്കിൽ നമുക്ക് z ക്യൂബ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ക്യൂബ് അല്ലേ വരുന്നത്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് ക്യൂബ് പ്ലസ് 3x² വൈ ഐ പ്ലസ് 3x y² i² പ്ലസ് ഐ ക്യൂബ് വൈ ക്യൂബ് എന്ന് വരും. ഇനി i² -1, ഐ ക്യൂബ് -i. അത് നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 3x² വൈ ഐ മൈനസ് 3x y². കാരണം i² -1 ആണ്. ഐ ക്യൂബിന് നമുക്ക് -i, അപ്പോൾ -i വൈ ക്യൂബ് എന്ന് എടുക്കാം. ദെർഫോർ z ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x y², റിയൽ പാർട്ട്, പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ 3x² വൈ മൈനസ് വൈ ക്യൂബ് എന്ന് വരും. അപ്പം fz ഈക്വൽ ടു z ക്യൂബിന് നമ്മൾ യു പ്ലസ് ഐ വി എന്ന് എടുത്താൽ യു എന്ന് പറയുന്നത് എന്താണ്? ദെർഫോർ യു ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3y². വി ഈസ് ഈക്വൽ ടു 3x² വൈ മൈനസ് വൈ ക്യൂബ്. നമ്മൾ ആ എഫിസറിൻ്റെ അകത്തെ റിയൽ പാർട്ടിനെ യു എന്നും ഇമാജിനറി പാർട്ടിനെയാണ് വി എന്നും വിളിക്കുന്നത്. ഇവിടെ നോക്കി, ഇസഡ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എടുത്താൽ യുവും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വരും നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, യു എന്ന് പറയുന്നത് റിയൽ പാർട്ട്, അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്, അതും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ നമ്മൾ എഫിസഡ് എന്ന് പറയുന്നത് ഇസഡ് ക്യൂബ് ആയതുകൊണ്ട് യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 3x y²ഉം വി എന്ന് പറയുന്നത് 3x² വൈ മൈനസ് വൈ ക്യൂബും കിട്ടി. ഇനി യു എക്സും യു വൈയും കാണാം. യു എക്സ് ചെയ്യുമ്പം 3x² മൈനസ് 3y², യു വൈ ചെയ്യുമ്പം ആദ്യത്തെ ടേം 0 മൈനസ് 6xy വരും. ഇനി വി എക്സ് ചെയ്യുമ്പം 6xy മൈനസ് 0, വി വൈ ചെയ്യുമ്പം 3x² മൈനസ് 3y² വരും. ഇനി യു എക്സും വി വൈയും കൂടെ കമ്പയർ ചെയ്യേണ്ട. യു എക്സും വി വൈയും സെയിം അല്ലേ? യു എക്സ് ഈക്വൽ ടു വി വൈ. ഇനി യു വൈയും മൈനസ് വി എക്സും കൂടെ കമ്പയർ ചെയ്യാം. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് അല്ലേ? ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ദെർഫോർ കോഷി റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കോഷി റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. Therefore, fz equal to z cube is analytic. അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി.
ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ ഇസഡ്. എല്ലാ ഇസഡിനും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഫ് ഇസഡ് ഈസ് അനലിറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. show that if FZ is analytic in a domain D, if FZ is analytic in a domain D, FZ is analytic in a domain D and modulus of FZ is equal to K, equal to constant in D, then FZ is equal to constant in D. അപ്പോൾ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? എഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. എഫ് ഇസഡ് അനലിറ്റിക്കുമാണ്, മോഡ് എഫ് ഇസഡ് കോൺസ്റ്റൻറ്റും ആണെങ്കിൽ എഫ് ഓഫ് ഇസഡും കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എഫ് ഇസഡ് അനലിറ്റിക് ആണ്, എഫ് ഇസഡ് അനലിറ്റിക് ആണ്, മോഡ് എഫ് ഇസഡ് കോൺസ്റ്റൻറ്റും ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. കോൺസ്റ്റൻ്റ് ഇൻ ഇസഡ് അല്ല, കോൺസ്റ്റൻ്റ് ഇൻ ഡി. അപ്പം എഫ് ഇസഡ് അനലിറ്റിക് ആണ്, മോഡ് എഫ് ഇസഡ് കോൺസ്റ്റൻറ്റും ആണ്. അപ്പം ഗിവൺ മോഡ് എഫ് ഇസഡ് ഈക്വൽ ടു കെ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പം എഫ് ഓഫ് ഇസഡിനെ നമ്മൾ യു പ്ലസ് ഐ വി എന്ന് വിളിക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണല്ലോ. അപ്പം ഗിവൺ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു കെ അല്ലേ. മോഡ് എഫ് ഇസഡ് ഈക്വൽ ടു കെ എന്ന് പറയുമ്പം റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. ഇതിനെ 1 എന്ന് വിളിക്കാം. ഡിഫറൻഷ്യേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്താൽ, ഇതിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ യുവിൻ്റെ അകത്തും എക്സ് ഉണ്ട്, വിക്കകത്തും എക്സ് ഉണ്ട്. പാർഷ്യൽ യുവും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ യുവിനെ എക്സ് വെച്ച് ചെയ്താൽ യുവിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ യു എക്സ് പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് 2 വി സ്ക്വയറിൻ്റെ 2v ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് വി എക്സ്. കെ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? യു എക്സ് പ്ലസ് വി എക്സ് ഈക്വൽ ടു 0, ഇക്വേഷൻ 2. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ, ഇതിനെ നമുക്ക് വൈ വെച്ചിട്ടൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് 2u പ്ലസ് 2v ഈക്വൽ ടു 0. അതിൽ നിന്ന് ui പ്ലസ് vy ഈക്വൽ ടു 0, ഇക്വേഷൻ 3 കിട്ടി. ഇനി നമുക്ക് ഈ 2ഉം 3യും വെച്ചിട്ട് യു എക്സ് വി എക്സ് യു വൈ വി വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ വി എക്സ് നമുക്കറിയാം എഫ് ഇസഡ് അനലിറ്റിക് ആണ് തന്നിട്ടുണ്ട്. എഫ് ഇസഡ് അനലിറ്റിക് ആയതുകൊണ്ട് അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് യു എക്സ് ഈക്വൽ ടു വി വൈ, അപ്പോൾ ഇവിടുത്തെ വി വൈക്ക് പകരം നമുക്ക് യു എക്സ് കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ വി എക്സ് യു വൈ ഈക്വൽ ടു യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. അപ്പോൾ നമുക്കതിന് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് given that fz is analytic, therefore it satisfies Cauchy-Riemann equation. Use Vx equal to minus ui, ui എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആയതുകൊണ്ട് വി എക്സ് എന്ന് പറയുന്നത് മൈനസ് യു ഐ ഇൻ ഇക്വേഷൻ 2 ആൻഡ് വി വൈ ഈക്വൽ ടു യു എക്സ് ഇൻ ഇക്വേഷൻ 3 വി ഗെറ്റ് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എക്സിന് നമ്മൾ മൈനസ് യു വൈ എന്നും വി വൈക്ക് യു എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു എക്സ് പ്ലസ് 2v, 2 അല്ല, യു എക്സ് പ്ലസ് വി എക്സ് ആണ്. അപ്പോൾ അത് മൈനസ് വി
യു വൈ ഈക്വൽ ടു 0 ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് യു വൈ പ്ലസ് വി വൈ എന്നുള്ളത് വി എക്സ് വരും യു എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പം യു എക്സ് മൈനസ് വി യു വൈ ഈക്വൽ ടു 0 യു വൈ പ്ലസ് വി യു എക്സ് ഈക്വൽ ടു 0 മൊത്തം നമുക്ക് യു എക്സിൻ്റെയും യു വൈയുടെയും ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇനി യു എക്സും യു വൈയും എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ 4 എന്നും ഇതിനെ 5 എന്നും വിളിച്ചാൽ 4നെ ഇവിടെ യു എക്സ് വരുന്നു, ഇവിടെ വി എക്സ്. അപ്പോൾ ഇവിടെ ഇതിനെ വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 4 ഇൻറ്റു വി ചെയ്താൽ യു എക്സ് മൈനസ് വി സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. ഇനി ഇവിടെ നമുക്ക് യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ഇൻറ്റു യു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ യു വൈ മൈനസ് യു വി യു എക്സ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ആഡ് ചെയ്താൽ യു വി യു എക്സും മൈനസ് യു വി യു എക്സും പോയി. പിന്നെ മിച്ചം യു സ്ക്വയർ യു വൈ മൈനസ് വി സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. അപ്പം യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ യു വൈ ഈക്വൽ ടു 0. അതിനെ ഇക്വേഷൻ 6 എന്ന് വിളിച്ചു. അടുത്തത് ഇത് രണ്ടും വെച്ച് സോൾവ് ചെയ്യാനായിട്ടാണ്. ഇനി 4 ഇൻറ്റു യു എടുത്താൽ യു സ്ക്വയർ യു എക്സ് മൈനസ് യു വി യു വൈ ആ കളയേണ്ടത്. നമുക്ക് ഓൾറെഡി യു എക്സ് കളഞ്ഞു. ഇനി യു വൈ കളയാൻ വേണ്ടി നമുക്ക് ഇനി ഇവിടെ അപ്പം വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു വി ചെയ്താൽ യു വി യു വൈ പ്ലസ് വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ യു എക്സ്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം യു സ്ക്വയർ യു എക്സ് പ്ലസ് ഇത് രണ്ടും 0 ആണ്. വി സ്ക്വയർ യു എക്സ് ഈക്വൽ ടു 0. അത് നമുക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ യു എക്സ് ഈക്വൽ ടു 0. ഒന്നും കൂടെ നോക്കട്ടെ ചെയ്ത് ശരിയാണെന്ന്. നമ്മൾ യു എക്സ് മൈനസ് വി വൈ ഈക്വൽ ടു 0 യു വൈ പ്ലസ് യു എക്സ് ഈക്വൽ ടു 0. ആദ്യം ഇതിനെ വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വി യു എക്സ് മൈനസ് വി സ്ക്വയർ യു വൈ. ഇതിനെ യു ആകുമ്പം യു സ്ക്വയർ യു വൈ ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് യു വി യു എക്സ് വരും. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. നമുക്ക് യു വി യു എക്സ് കളയാൻ വേണ്ടി ഇത് ഒന്ന് മൈനസ് ചെയ്താൽ മതി. ദിസ് മൈനസ് ദിസ് ചെയ്താൽ ഇതും മൈനസ് വരും. അപ്പോൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ നമുക്ക് മൈനസ് രണ്ടിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ ആ മൈനസ് പൊയ്ക്കോളും. ഇവിടെ ഒന്നും കൂടെ നോക്കിയത് നന്നായി തരും. അപ്പം ഇവിടെ ഞാൻ എടുത്ത് തെറ്റിപ്പോയതാണ്. ഇവിടെ പ്ലസ് വന്നു. ഇവിടെ നോക്കട്ടെ, യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു സ്ക്വയർ യു എക്സ് മൈനസ് യു വി യു വൈ. അടുത്തത് വി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വി വി സ്ക്വയർ. ആഡ് ചെയ്യുമ്പം യു വി പോകും. ഇത് കിട്ടി. therefore u square plus v square uy equal to 0 and u square plus v square ux equal to 0 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ഇത് 0 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ 0 അല്ലെങ്കിൽ യു വൈ 0 എന്നുള്ളതല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ 0 എന്നുള്ള കേസ് എടുക്കാം. ഇഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ഈക്വൽ ടു 0 ദെൻ യുവും വിയും സ്ക്വയർ യു സ്ക്വയറും വി സ്ക്വയറും സ്ക്വയേഴ്സ്. അതിന് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ സ്ക്വയർ 0 എന്ന് പറയുമ്പോൾ യു ഈക്വൽ ടു വി ഈക്വൽ ടു 0 എന്നല്ലേ വരുന്നത്. രണ്ട് സ്ക്വയേഴ്സ് 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് യു ഈക്വൽ ടു വി ഈക്വൽ ടു 0 ഇംപ്ലൈസ്
എഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരിക. കാരണം എഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വൈ ആണ്, 0 ആണ്. അപ്പം നമുക്ക് എഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ 0 ആണെങ്കിൽ എഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എക്സ് ഈക്വൽ ടു 0 യു വൈ ഈക്വൽ ടു 0 വരണ്ടേ. ഈ രണ്ട് ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം കെ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഈ പ്രൊഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ യു വൈ 0 ആണ്. ഈ പ്രൊഡക്റ്റ് 0 എന്ന് പറയുമ്പോൾ യു എക്സ് 0. ഇത് നോൺ 0 അല്ലേ. അപ്പോൾ യു എക്സ് ഈക്വൽ ടു 0 യു വൈ ഈക്വൽ ടു 0 എന്ന് വരും. യു എക്സ് ഈക്വൽ ടു 0 യു വൈ ഈക്വൽ ടു 0. ഗിവൺ എഫ് ഇസഡ് ഈസ് അനലിറ്റിക്. Therefore ux equal to vy and uy equal to minus vx. ux equal to 0 uy equal to 0 implies vy equal to 0 equal to vx. ഇതെല്ലാം 0 ആയിപ്പോയില്ല. ux ഈക്വൽ ടു vy. അപ്പോൾ ux 0 ആയതുകൊണ്ട് vy 0 ആണ്. uy ഈക്വൽ ടു മൈനസ് vx. uy 0 ആയതുകൊണ്ട് vxും 0 ആയിപ്പോയി. Therefore ux equal to vx, ux equal to uy equal to vx equal to vy equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ux ഈക്വൽ ടു 0 uy ഈക്വൽ ടു 0 എന്ന് നമുക്ക് എന്ത് പറയാം? യു ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാമല്ലോ. കാരണം യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും 0 എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സും വൈയും ഇല്ല. അപ്പോൾ യു ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ വി എക്സ് ഈക്വൽ ടു 0 വി വൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് വി ഈസ് എ കോൺസ്റ്റൻറ്റ്. Therefore ഇഫ് കെ നോട്ട് ഈക്വൽ ടു 0, അതായത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇംപ്ലൈസ് എഫ് ഇസഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം എന്താ? യുവും വിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു പ്ലസ് ഐ വിക്കകത്ത് എക്സ് ടേമും വൈ ടേമും കാണിയല്ല. യു എന്ന് പറയുന്നത് 3, വി എന്ന് പറയുന്നത് ഒരു 5 ആണെങ്കിൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് 3 പ്ലസ് ഐ ഇൻറ്റു 5. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനകത്ത് എക്സ് ടേമും വൈ ടേമും ഒന്നും കാണിയല്ല. അപ്പോൾ രണ്ട് കേസായിട്ടാണ് നമുക്ക് കിട്ടിയത്. കെ 0 ആണെങ്കിൽ എഫ് ഇസഡ് 0 ആണെന്ന് കിട്ടി. കെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഇസഡ് കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. Therefore ഇഫ് k equal to 0 fz equal to 0 a constant. If k not equal to 0 fz is equal to constant. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് fz ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി.